കേരളത്തിൻ്റെ ഗവർണർ ആർലേക്കർ ആർലേക്കറിൻ്റെ ചില നടപടികൾ, ചില തീരുമാനങ്ങളൊക്കെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് വരുത്തുന്നുണ്ട്. ഈ അടുത്ത കാലത്തായി ആർലേക്കർ സർക്കാരുമായി നിരന്തരം പോരിലാണ്. സർവകലാശാലയുമായി ബന്ധപ്പെട്ടും വി സിയുമായി ബന്ധപ്പെട്ടൊക്കെ ആർലേക്കറുടെ ചില വാദങ്ങൾ കോൺഗ്രസിന് അനുകൂലവും ഇടതുപക്ഷത്തിന് പ്രതികൂലവുമായി മാറുന്ന സ്ഥിതിയാണ് മാറുന്നത്. അതായത് കോൺഗ്രസിന്റെ ഗവർണറാണോ BJPയുടെ ഗവർണറാണോ ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് അണികൾക്ക് തന്നെ സംശയമാവുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ആർലേക്കർ ഉദ്ദേശിക്കുന്നത്? അല്ല, ഗവർണർ പദവി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ഒരു പദവിയാണ്. കേന്ദ്ര സർക്കാരാണ് ഗവർണർ തീരുമാനിക്കുന്നത്. അതിന് കേന്ദ്ര സർക്കാർ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ഗവർണർമാരെ അയക്കുമ്പോൾ ആ ഗവർണർമാർക്ക് രണ്ട് നിർദ്ദേശങ്ങൾ കൊടുക്കും. ഒന്ന്, ആ സംസ്ഥാനങ്ങളുടെ ഭരണ നിർവഹണം എന്താണ് എന്ന് കൃത്യമായിട്ട് മേൽനോട്ടം വഹിക്കുക. രണ്ട്, നമ്മുടെ രാഷ്ട്രീയം അവിടെ എങ്ങനെയാണ് ഫലപ്രദമായിട്ടുള്ള രീതിയിൽ നടപ്പിലാക്കാൻ പറ്റുക. ഈ രണ്ട് നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. അതിലൊരു നിർദ്ദേശം എന്ന് പറയുന്നത് സ്വീകാര്യമായതും മറ്റത് അസ്വീകാര്യമായതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഈ ഭരണ നിർവഹണ സംവിധാനങ്ങളിൽ രാഷ്ട്രീയം കടന്നുകൂടിയെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ അതിനകത്തൊക്കെ. അത് പൊതുവിൽ നമ്മുടെ ഭരണ സംവിധാനങ്ങളെ ജീർണിപ്പിക്കും. അത് നമ്മളുടെ കേരള ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ പലതും നമ്മൾ നേരത്തെ നിശിതമായിട്ട് വിമർശിച്ചിട്ടുള്ളതാണ്. കാരണം സർവകലാശാലകളിൽ പഠിപ്പിക്കാൻ വരുന്നതായിട്ടുള്ള അധ്യാപകന്മാർ എന്ന് പറയുന്നത് മിക്കവാറും തന്നെ പാർട്ടിയുടെ നേതാക്കളുടെ ഭാര്യമാരായിരുന്നു. അങ്ങനെ വലിയ പ്രതിഷേധം അക്കാര്യത്തിലുണ്ടായി. ആ പ്രതിഷേധിക്കുന്നതാണ് ശരി എന്ന് തന്നെയാണ് നമ്മൾ വിലയിരുത്തിയിട്ടുള്ളത്. അപ്പോൾ അത് രാഷ്ട്രീയ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന വ്യതിയാനമാണ് ശരിക്കും. ഗവർണർമാർ ഭരിക്കാൻ വരുന്ന സമയത്ത് അവർക്ക് ഇഷ്ടമുള്ള ആളുകളെ ഒക്കെ താൽക്കാലിക VC മാരായിട്ട് നിയമിച്ച് നമ്മുടെ സർവകലാശാലയുടെ ഭരണം എന്ന് പറയുന്നത് ഒരുതരം കോൺട്രാക്റ്റ് ഭരണമാക്കി മാറ്റുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചേരും. അപ്പോൾ ഇപ്പോൾ ഇവിടെ താൽക്കാലിക ഭരണ ചുമതലയിലുള്ള 2 VC മാരെയാണ് ഹൈക്കോടതി എന്ത് ചെയ്തത്? നിങ്ങൾ ഇറങ്ങി പുറത്തു നിൽക്കുക, നിങ്ങൾക്ക് പറ്റിയ പണിയല്ല ഇത് എന്ന് പറഞ്ഞിരിക്കുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ താൽക്കാലിക VC മാരല്ലെങ്കിൽ തന്നെ നമുക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് പൊതുസമൂഹത്തിൻ്റെ. അതേപോലെ തന്നെ പൊതുസമൂഹം എന്ന് പറയുമ്പോൾ എല്ലാ ആളുകളുടെയും പ്രശ്നമല്ലത്. കാരണം ഇത് അക്കാദമിക് വിഷയമാണ്. അതുകൊണ്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന അക്കാദമിഷ്യൻസ് അവരുടെ അഭിപ്രായം എന്ന് പറയുന്ന സ്ഥിരമായിട്ടുള്ള VC മാരുണ്ടാകണം എന്നുള്ളതാണ്. സർവകലാശാല ശരിയായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ അത് സ്ഥിരമായിട്ടുള്ള VC മാരുള്ളത് തന്നെ ആയിരിക്കണം. അതേപോലെ തന്നെ അതിനൊരു സ്വയം ഭരണ സ്വഭാവം ഉണ്ടാകേണ്ടത് ആവശ്യം. ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ പാർട്ടികൾ അതിനകത്ത് ഇടപെടാൻ പാടില്ല. അല്ലെങ്കിൽ ആ ഗവൺമെൻറ് തന്നെ സർവകലാശാലയുടെ കാര്യത്തിൽ അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം നൽകേണ്ടതാണ്. അത് നൽകപ്പെടുന്നില്ല. അപ്പുറത്ത് ഗവർണർ എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് ചാൻസലർ. അദ്ദേഹമാണ് ഈ VC മാരെയൊക്കെ നിയമിക്കുന്ന സമയത്ത് അത് ഒപ്പ് ചേർത്തേണ്ടതാണ്. അങ്ങനെ നിയമിക്കപ്പെടുന്നതായിട്ടുള്ള VC മാർ അദ്ദേഹത്തിനെ വിടുപണി ചെയ്യുന്നവരായിരിക്കണം എന്ന് അദ്ദേഹം എന്ത് ചെയ്യാൻ പാടില്ല, വാശി പിടിക്കാൻ പാടില്ല. VC മാരെയും സ്വതന്ത്രമായിട്ട് സർവകലാശാലയും സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനായിട്ട് ഇവരെല്ലാം അനുവദിക്കേണ്ടത്. അങ്ങനെ അനുവദിക്കാത്ത ഒരു കാലത്താണ് നമ്മളിപ്പോൾ കാണുന്ന തരത്തിലുള്ള ഭരണസ്തംഭനം വളരെ വ്യാപകമായിട്ടുള്ള രീതിയിൽ നമ്മുടെ സർവകലാശാലകളിൽ നിൽക്കുന്നുണ്ട്. കാരണം നമുക്ക് സ്ഥിര VC എന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ബാക്കി എല്ലാവരും താൽക്കാലിക VC മാരാണ്. ഈ താൽക്കാലിക VC എന്ന് പറയുന്ന പ്രതിഭാസം അതെന്തിനാണെന്ന് വെച്ചാൽ ഭരണസ്തംഭനം ഇല്ലാതാക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒരു മുട്ടുശാന്തി പ്രവൃത്തിയാണ്. അതിന് ഇവരെന്ത് ചെയ്യുന്നു? മുട്ടുശാന്തി പ്രവൃത്തിയെ സ്ഥിരപ്രവൃത്തിയാക്കി മാറ്റി. എന്നുവെച്ചാൽ താൽക്കാലിക VC വെച്ചിട്ട് അയാളിങ്ങനെ 6 മാസത്തിൽ കൂടുതലായി കഴിഞ്ഞാൽ അവരെ മാറ്റണം. പക്ഷേ ഇവിടെ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ഥിരമായി ഇങ്ങനെ ഈ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പെൻഷൻ പറ്റി വീട്ടിൽ പോയിരിക്കുന്ന VC മാരെയൊക്കെ വിളിച്ചുകൊണ്ടെന്ന് വീണ്ടും എന്ത് ചെയ്യുന്നു? അവർക്ക് അധികാരം കൊടുക്കുന്നു. അങ്ങനെ ഒരുതരം വൃത്തികെട്ട സംവിധാനമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ ആരാണ് കുറ്റക്കാർ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ള 2 പേരും കുറ്റക്കാരാണ്. 2 പേരും എന്ന് നമ്മൾ പറയുന്നത്, ഒന്ന് ഗവർണറും മറ്റൊന്ന് നമ്മുടെ സർക്കാരും. ഇവർ 2 പേരും ഇതിനകത്ത് കുറ്റക്കാരാണ്. കാരണം കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹം എന്താണ്? നമ്മുടെ സർവകലാശാല വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മികച്ചതായി നിൽക്കണം. ഇപ്പം നമ്പർ 1 ആണ് എന്ന് പല കാര്യങ്ങളിലും സർക്കാർ എന്ത് പറയാറുണ്ട്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യണം? ആ നമ്പർ 1 ആക്കണം. നമ്മളുടെ കേരള സർവകലാശാലയൊക്കെ നമ്മളുടെ മികച്ച സർവകലാശാലയായിട്ട് തന്നെയാണ് ഇന്ത്യയിലെ പല കണക്കെടുപ്പുകളിലേക്ക് വരുന്നത്.
പക്ഷെ നമുക്കറിയാം ആ മികവ് പോലും നല്ലതല്ല എന്നുള്ളത്. കാരണം ഈ സർവകലാശാലയൊന്നും മര്യാദക്കല്ല പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിയായിട്ടുള്ള ഒരു അക്കാഡമിക് പ്രോസസ്സ് അതിനില്ല. അക്കാഡമിഷ്യൻസ് ആയിട്ട് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനവും അവിടെ ഇല്ല എന്നുള്ളതാണ്. അത് മാറണം. അത് മാറണമെങ്കിൽ നമ്മളുടെ പൊതു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് മികച്ച വിദ്യാഭ്യാസ കേന്ദ്രങ്ങളായിട്ട് ഇത് മാറിത്തീരണം എന്നാണ് വിചാരിക്കുന്നത്. അവിടെ മികച്ച അധ്യാപകരുണ്ടാവണം, മികച്ച ഭരണകർത്താക്കളുണ്ടാവണം, അവരുടെ കാഴ്ചപ്പാടുകൾ തന്നെ വളരെ മികച്ചതായിട്ട് മാറണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ഈ നമ്പർ 1 പദവി എന്ന് പറയുന്നതിലേക്ക് നമ്മളുടെ ഉന്നത വിദ്യാഭ്യാസത്തെ എത്തിക്കാനായിട്ട് കഴിയുള്ളൂ. കേരളത്തിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഈ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ സർക്കാർ നല്ല രീതിയിൽ ഇടപെടുകയും കുറേ പൊതുവിദ്യാഭ്യാസ രംഗം മെച്ചപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട്. അവരുടെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകളും മെച്ചപ്പെട്ടതായിട്ട് മാറ്റിയെടുക്കുന്നതിന് ഇടപെടലുകൾ നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മളുടെ സർക്കാർ വിദ്യാലയങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് സർക്കാർ മാത്രമായിട്ടല്ല. അവിടെയുള്ള മറ്റു സംവിധാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സപ്പോർട്ട് സിസ്റ്റംസ് ഉണ്ട്. അത് നമ്മളുടെ രക്ഷാകർത്ത സംഘടനയും പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളൊക്കെയാണ്. ഇവരൊക്കെ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിച്ച് മറ്റ് ഈ എയ്ഡഡ് നമ്മുടെ വിദ്യാഭ്യാസത്തെയും അതേപോലെ തന്നെ CBSE അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾക്കൊക്കെ വളരെ മെച്ചപ്പെട്ട രീതിയിൽ ഇതിനെ കൊണ്ടുപോകുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ശരിയല്ല എന്നുള്ളതാണ്. എന്നുവെച്ചാൽ നിങ്ങൾ ഒരു മികച്ച അക്കാഡമിഷ്യനായി മാറിത്തീരണമെന്ന ആഗ്രഹത്തോടുകൂടി പഠിക്കുന്നതായിട്ടുള്ള കുട്ടികൾ അവിടെ കുറയുന്നു. കുട്ടികൾ മാത്രമല്ല, അവരെ പഠിപ്പിക്കുന്നതായിട്ടുള്ള അധ്യാപകർ പ്രഗത്ഭരല്ലാതായി മാറുന്നു എന്നുള്ളതാണ്. അവർക്കൊറ്റ കാഴ്ചപ്പാടേ ഉണ്ടാകാൻ പാടുള്ളൂ. വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നത നിലവാരം, ആ ചിന്തകളിൽ നിന്നൊക്കെ ഇത് മാറിപ്പോവുകയാണ് ചെയ്തത്. അധികാര തർക്കങ്ങളും രാഷ്ട്രീയ തർക്കങ്ങളും ഇതിനെ വല്ലാത്ത തരത്തിൽ ശിഥിലമാക്കിയിട്ടുണ്ട്. അതിൽ ഗവർണറുടെ പങ്കിന് ഒരു കുറവുമില്ല എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഇതിക്ക് മുമ്പ് വന്ന ഗവർണർ എന്ന് പറയുന്നത് മുഹമ്മദ് ആരിഫ് ഖാൻ, അദ്ദേഹം ആദ്യകാലങ്ങളിലൊക്കെ സർക്കാരിൻ്റെ ഓമനപുത്രനും ഉണ്ണിയും ഒക്കെ ആയിരുന്നു. അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. അദ്ദേഹം തിരിച്ച് ഇവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. എവിടെയോ വെച്ച് അവർ തമ്മിൽ ഉടക്കുണ്ടാകുകയും ആ ഉടക്ക് പിന്നെ നമ്മളുടെ വൈസ് ചാൻസലറെ തെരുവ് നായകനായി മാറുന്ന കാഴ്ചയാണ്. ഇവിടെയൊക്കെ അദ്ദേഹം നടക്കുന്നു, ആൾക്കൂട്ടങ്ങൾ അദ്ദേഹത്തിന് ഒപ്പം നടക്കുന്നു, വാർത്തകളാകുന്നു. ഇങ്ങനെ വാർത്ത നിർമ്മിക്കുന്ന ഒരു മനുഷ്യനായിട്ട് അദ്ദേഹം ഹണിമൂൺ കഴിഞ്ഞപ്പോൾ തുടങ്ങിയത്. ആദ്യം വിളിച്ചു വരുത്തി ഹണിമൂണായിരുന്നു സർക്കാരും. ഹണിമൂണാണ് ആദ്യം. ഇപ്പൊ 6 ഏക്കർ വന്നപ്പോഴും ഹണിമൂണായിരുന്നു. അത് കഴിഞ്ഞ് ഹണിമൂൺ മാറി പിന്നെ ഓരോരുത്തരുടെ രാഷ്ട്രീയ യുദ്ധങ്ങളായി മാറാൻ. ഇങ്ങനെ പ്രവർത്തിക്കാൻ പാടില്ല. സർക്കാരും പ്രവർത്തിക്കാൻ പാടില്ല, ഗവർണറും പ്രവർത്തിക്കാൻ പാടില്ല. ഇവർ രണ്ടുപേരും. കാരണം ഇത് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നമാണ്. അല്ലാണ്ട് വെറുതെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള പരിപാടികളല്ല. ചക്കളത്തി പോരാട്ടത്തിന് പറ്റിയ സ്ഥലമല്ല, ശരിയുമല്ല. ഈ രണ്ടു കൂട്ടരും തിരുത്തുകയും ഉടനടി ഇതിൽ നിന്ന് മാറുകയും ചെയ്യണം. നമുക്ക് ഇതിനകത്ത് ഗവർണർ തീർച്ചയായിട്ടും വളരെ പക്വതയോടെ ഈ കാര്യങ്ങൾ കാണും. കാരണം ഈ ഹൈക്കോടതി വിധിയൊക്കെ വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ നിലപാട്, അദ്ദേഹം വളരെ നിശബ്ദമായിട്ട് ഈ കാര്യങ്ങൾ കാണുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് സംസാരിക്കണമെന്ന് ഈ ഇടപെടലുകൾ ശരിയല്ല എന്നുള്ള ഫീൽ അദ്ദേഹത്തിനുണ്ടാകുകയും അദ്ദേഹം അത് മാറ്റുകയും അതുപോലെ സർക്കാർ രാഷ്ട്രീയമായിട്ട് ഈ കാര്യങ്ങളെ കാണാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം കൊടുക്കുകയും രണ്ടു കൂട്ടരും കൂടി ഇരുന്ന് സംസാരിച്ച് ഇത് ഭംഗിയാക്കുന്നതായിരിക്കും കാര്യം നല്ലത്. അതല്ലാതെ അവർ തെരുവിലിത് ഉത്സവമാക്കി മാറ്റാൻ പോയി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വലിയ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കും. നമ്മുടെ വിദ്യാഭ്യാസത്തിനും വലിയ അല്ലെങ്കിൽ തന്നെ അത് അത്ര നശിച്ച് കിടക്കുകയാണ് ചെയ്യുന്നത്. നല്ലതാണെന്ന് പറയാൻ ആരും ഇല്ല ഇപ്പൊ. കാരണം വെച്ചാൽ സർവകലാശാല വിദ്യാഭ്യാസമാണ് ഏറ്റവും മോശമായി കിടക്കുന്നത്. അത് മാറ്റേണ്ടത് അടിയന്തരമായി കേരളത്തിന്റെ ആവശ്യമാണ്.